ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അന്ന് സ്പെയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഒരു കോഫി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡാൽഗോന കോഫി. നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാനിന്ന് കാണിക്കുന്നത്. നല്ല അടിപൊളി ഒരു കോഫിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഡാൽഗോന കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് കോഫി പൗഡർ ഇടാം. ഇത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് കേട്ടോ. അത് 2 ടീസ്പൂണാണിത്. 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ആ സെയിം സ്പൂണിൽ തന്നെ പഞ്ചസാര ഒരു 3 ടീസ്പൂൺ ഇടാം. സെയിം അതേ സ്പൂണിൽ തന്നെ വെള്ളം 2.5 ടീസ്പൂൺ. ഇത് ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർ നമ്മൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും നല്ലപോലെ പതഞ്ഞ് കിട്ടിക്കോളും. സ്പൂണ് കൊണ്ടും ഇതേപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് പാത്രം ചരിച്ച് പിടിച്ചിട്ട് നല്ലപോലെ കുറേ നേരം ഒരേ സൈഡിലോട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നോളൂ. സൈഡിനുള്ളതൊക്കെ ഒന്ന് വടിച്ച് ഇടാം. കുറഞ്ഞ അളവിലുള്ളതുകൊണ്ട് ബീറ്റ് ചെയ്യുമ്പോൾ ആകെ തെറിക്കും. അപ്പം വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് കേട്ടോ. ഇതേപോലെ ഈ അളവിൽ വെള്ളം എടുക്കണം. 3 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട് 2.5 ടീസ്പൂൺ വെള്ളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വെള്ളം എടുക്കുമ്പം ഇനി കൂടുതൽ ബ്രൂവും കൂടുതൽ പഞ്ചസാര എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും അതേപോലെ തന്നെ എടുക്കണം. ഒത്തിരി കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ നമുക്ക് ഇതേപോലെ ക്രീമി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളെ കോഫി നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലപോലെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളപ്പിച്ചിട്ട് പാലിലോട്ട് ഇടാം. ഞാൻ ചൂടോടെയാണ് ഉണ്ടാക്കുന്നത്, കോൾഡ് കോഫി അല്ല ഉണ്ടാക്കുന്നത്. ഇത് നമുക്കിനി നിങ്ങൾക്ക് തണുപ്പിച്ച് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഐസ് കട്ട ഇട്ടിട്ട് എടുക്കാം. ഞാൻ അങ്ങനെയല്ല എടുക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. ഞാൻ തിളപ്പിച്ച പാലാണിത്. മധുരം ഇട്ടിട്ടാണ് തിളപ്പിച്ചത് കേട്ടോ. ആവശ്യത്തിന് മധുരം ചേർത്തിട്ട് തിളപ്പിക്കുക. നമുക്ക് പാലിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ എനിക്ക് 2 കപ്പ് കോഫിക്ക് കറക്റ്റാണ് ഞാൻ ഈ എടുത്ത അളവ്. ഇനി നിങ്ങളെടുത്ത് കുറച്ച് കൂടിപ്പോയാലും ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. നമ്മൾ കോഫി ഉണ്ടാക്കാൻ നേരത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കേടൊന്നും ആവില്ല, കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ അത് കേടാവാതെ. അപ്പോൾ നമ്മുടെ ഡാൽഗോന കോഫി നല്ല അടിപൊളിയായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 ചോക്കോ ചിപ്സൊക്കെ അതിൻ്റെ മുകളിൽ നിരത്തി അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ് കോഫി. ഇങ്ങനെ ഒരു ക്രീമി ടേസ്റ്റാണ് നമ്മൾ ഈ കോഫി കുടിക്കുമ്പോൾ. പിന്നെ ഇത് നമ്മളൊന്ന് ഇളക്കിയിട്ടാട്ടോ കുടിക്കുന്നത്. നമുക്ക് ഇതേപോലെ കുടിക്കാൻ കഴിയില്ല. നമ്മളിത് കുടിക്കാൻ നേരത്ത് ഒന്ന് മിക്സ് ചെയ്ത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താണ് കുടിക്കാൻ. ഞാൻ കാണിച്ചു തരാം. ഡാൽഗോണ കോഫി പതൊക്കെ ഇളക്കിട്ടോ. മറ്റേ നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാ കുടിച്ചോ. ചൂടില്ല. മധുരമുണ്ടോ? രസമുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി കോഫിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. വീണ്ടും കാണാം. ബൈ ബൈ.